ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ വീഡിയോ എല്ലാവരും കേൾക്കാൻ വേണ്ടിയല്ല. ഇന്ന് ആളുകളുടെ മുമ്പിൽ ചിരിക്കേണ്ടി വന്ന പക്ഷേ അകത്ത് തകർന്ന് കിടക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ? ഉത്തരങ്ങൾ എന്നോട് പറയണമെന്നില്ല, നിന്റെ ഹൃദയത്തോട് മാത്രം പറഞ്ഞാൽ മതി. അവസാനമായി നീ സജദയിൽ മനസ്സ് തുറന്ന് കരഞ്ഞത് എപ്പോഴായിരുന്നു? മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയില്ല, നീ ഒരു ദുആ പഠിച്ചത് കൊണ്ടുമല്ല. നിന്റെ ഹൃദയം വാക്കുകളേക്കാൾ കൂടുതൽ കരഞ്ഞ ദിവസം എപ്പോഴായിരുന്നു? ചില രാത്രികളുണ്ട്, ഉറക്കം വരില്ല, ഫോണ് വീണ്ടും വീണ്ടും തുറക്കും, ഒരു കാരണമില്ല. പക്ഷെ മനസ്സിന് ഒരിടത്ത് നിൽക്കാൻ കഴിയില്ല. ഒടുവിലെല്ലാം ഓഫ് ചെയ്ത് കട്ടിലിൽ കിടക്കും. മുറിയിലെ നിശബ്ദതയാണ്, പക്ഷെ എൻ്റെ ഉള്ളിൽ 1000 ശബ്ദങ്ങളാണ്. ഞാൻ ശരിക്കും മതിയാകുന്ന ഒരാളായിരുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ ദുആകൾക്ക് മാത്രം ഉത്തരം ഇങ്ങനെ വൈകുന്നത്? ഞാൻ ചെയ്ത തെറ്റുകൾ അല്ലാഹു എന്നോട് ക്ഷമിച്ചിട്ടുണ്ടാവുമോ? എൻ്റെ ജീവിതം ഇങ്ങനെയാണ് തുടരാൻ പോകുന്നത്? ആ ചോദ്യങ്ങൾ ആരും കേൾക്കുന്നില്ല. പക്ഷേ അർശിൻ്റെ മുകളിലുള്ള റബ്ബ് അന്ന് നഷ്ടപ്പെടുത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഖുർആനിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചില്ല, അവൻ നിന്നെ വെറുത്തിട്ടുമില്ല. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെങ്കിൽ അത് നിനക്കൊരു സന്ദേശം. നിനക്ക് തോന്നിയേക്കാം അല്ലാഹു എന്നെ കേൾക്കുന്നില്ല, പക്ഷേ നിനക്ക് തോന്നുന്നത് എപ്പോഴും സത്യമായിരിക്കണമെന്നില്ല. കാരണം നിന്റെ റബ്ബ് നിന്റെ ശബ്ദം കേൾക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ നിന്റെ ഹൃദയത്തിൻ്റെ വിറയൽ അറിയുന്നതിനാണ്. ചിലപ്പോൾ നമ്മുടെ ദുആയുടെ മറുപടി സംഭവങ്ങളിലൂടെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അല്ലാഹു ആദ്യം നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ തുടങ്ങും. കാരണം തകർന്ന ഹൃദയത്തിന് വലിയ അനുഗ്രഹങ്ങൾ താങ്ങാൻ കഴിയില്ല. അതിനാൽ റബ്ബ് ആദ്യം ഹൃദയത്തെ ശക്തമാക്കും, പിന്നെയാണ് വാതിലുകൾ തുറക്കുക. ഇന്ന് നീ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് യാദൃശികമായേക്കാം. ഒരുപക്ഷെ നീ വളരെ നാളുകൾക്ക് ശേഷം കേൾക്കേണ്ടിയിരുന്ന ഒരു ഓർമ്മപ്പെടുത്തലാകാം ഇത്. കാരണം അല്ലാഹു നിന്നെ മറന്നിട്ടില്ല.